ചെറുപ്പക്കാർ വളർന്നു വരുന്ന തലമുറ വളരെയധികം രക്ഷിതാക്കൾ സൂക്ഷിച്ചില്ല എങ്കിൽ അപകടമാണ്. വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്ന ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിലുള്ളത് സംഭാവനകൾ ചെയ്യുക. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാനും നിങ്ങളും ശരിക്കും മനസ്സിലാക്കണം, വിരൽ കടിക്കും എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് ഓരോ മനുഷ്യനും വിരൽ കടിച്ച് തിന്നുമെന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്തുകൊണ്ട് ഈ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല? ഇൽമിൻ്റെ മജ്ലിസ് എന്ന് പറയുമ്പോൾ അത് സ്വർഗത്തിൻ്റെ പൂന്തോട്ടങ്ങളിൽ വെച്ചുള്ള ഒരു പൂന്തോട്ടമാണ്. ഇവിടെ ഇരിക്കാൻ അതിന് ഭാഗ്യം ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതല്ലാത്തവരൊക്കെ പുറത്തുണ്ടാകും. ഇതിൻ്റെ ഉള്ളിൽപ്പെട്ടവർ ഇപ്പോൾ സ്വർഗത്തിൻ്റെ പൂന്തോപ്പിലാണ്. നമ്മളുടെ അമലുകളൊന്നും അള്ളാഹു സ്വീകരിച്ച് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ആരും മോഹിക്കണ്ട. നിന്നെയും എന്നെയും രക്ഷപ്പെടുത്തുന്നത് ചിലപ്പോൾ ഈ മജ്ലിസായിരിക്കും. കാരണം ഇവിടെ അള്ളാഹ് സ്വീകരിച്ചവർ ഉണ്ടാകും, റഹ്മത്തിൻ്റെ മലായിക്കങ്ങൾ ഇറങ്ങും, അവരുടെ ആമീന് ഉത്തരമുണ്ട്. ആ ഉത്തരം കൊണ്ട് നമ്മൾ അള്ളാഹു രക്ഷപ്പെടുത്തും. ഇൽമിൻ്റെ മജ്ലിസ് അത് വലിയ ബഹുമാനമുള്ള, ആദരിക്കപ്പെടേണ്ട, സ്നേഹമുള്ള മജ്ലിസാണ്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളാണ് അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ മജ്ലിസ്. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറഞ്ഞ് മാഷാ അല്ലാഹ് കൈ ഉയർത്തി കഴിഞ്ഞാൽ അതിന് ഇജാബത്തുണ്ട്, അതിന് ഉത്തരമുണ്ട്. അതാണ് ഇവിടെ ഈ കാലം വരെ മാഷാ അല്ലാഹ് ഇത് തുടക്കം കുറിച്ചത് മുതൽ മഹാനായ മർഹൂം അബ്ദുൽ അസീസ് ഉസ്താദ് ഇവിടെ ദുആ നടത്തുമ്പോൾ അതിന് വലിയൊരു റാഹത്ത്, സന്തോഷം ഇവിടെ ഉണ്ട്. ഉസ്താദ് നീണ്ട ദുആ ചെയ്യുമെന്ന് ഇവിടെ സംഘാടകർ പറഞ്ഞു. ആ ദുആയുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ മദ്രസയുടെ കാര്യം, പള്ളിയുടെ കാര്യം, മുഅല്ലിമീങ്ങളുടെ ശമ്പളം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ നടന്നു പോയിരുന്നു. പക്ഷേ ഉസ്താദിൻ്റെ വിയോഗം അത് വലിയ ടെൻഷനിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് സംഘാടകർ ഇപ്പോൾ പറഞ്ഞു. ഒരു നന്മ ഉസ്താദ് ഇവിടെ കൊളുത്തി വെച്ചു, അത് ഇവിടെ അസ്തമിക്കാൻ പാടുള്ളതല്ല. അത് തുടർന്നങ്ങോട്ട് നല്ല നേരാവണ്ണം മുന്നോട്ട് പോകണം. കാരണം ഇൽമിൻ്റെ ഒരു കേന്ദ്രമാണ് മദ്രസ എന്നുള്ളത്. അപ്പം അതിന് സഹകരിച്ചില്ല എങ്കിൽ അതങ്ങനെ അസ്തമിച്ചു പോകും. കാരണം 180, 110, 120 കുട്ടികളോളം ഇവിടെ മദ്രസ പഠിക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവർക്കൊക്കെ ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് എന്ത് വേണം? അതിന് കാശ് വേണം. ആ പൈസ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഒരു വാർഷികം നടത്തുമ്പോൾ അതിൽ കിട്ടുന്ന ആ കാശ് കൊണ്ടാണ് ഒരു വർഷം മുഴുവനും ഈ മദ്രസ നടത്തുന്നത്. അത് തുടർന്നങ്ങോട്ടും അങ്ങനെ തന്നെ പോകണം. കാരണം ഉസ്താദ് അത് ഇഷ്ടപ്പെടില്ല, അത് അസ്തമിക്കുന്നത് ഉസ്താദ് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നന്മകളിൽ നമ്മൾ പങ്കാളികളാകണം. എവിടെയാണോ നന്മയുള്ളത് ആ നന്മകളിലേക്ക് നമ്മൾ ഓടിയെത്തണം. കാരണം എന്നെയും നിങ്ങളെയും വിലയിരുത്തുന്നത് നന്മയും തിന്മയും കൊണ്ടാണ്. എൻ്റെ ജീവിതം ശുദ്ധമാണ് എങ്കിൽ എനിക്ക് നന്മ അള്ളാഹു ഒന്നിന് പിറകെ ഒന്ന് തന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതം ശുദ്ധമല്ല എങ്കിൽ തിന്മ ഒന്നിന് പിറകെ തിന്മ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നന്മകൾ എവിടെയുണ്ടോ
അവിടെ നമ്മൾ മുൻപന്തിയിലുണ്ടാകണം. ഏത് അള്ളാഹു ഇഷ്ടപ്പെട്ട നന്മകൾ അള്ളാഹു ഇഷ്ടപ്പെടും. ആ നന്മകളിൽ മുൻപന്തിയിൽ നമ്മൾ ഉണ്ടാകണം. നമ്മൾ പിന്നോട്ട് പോയിക്കൂടാ. എന്നാൽ സുബ്ഹാനല്ലാഹ് നമ്മൾക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹ് ഇഷ്ടപ്പെട്ടത് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം, വളരെയധികം സൂക്ഷിക്കണം. ഇനി വരുന്ന വളർന്നു വരുന്ന തലമുറ നമ്മുടെ വീടുകളിലുണ്ടാകും, യുവാക്കളുണ്ടാകും, യുവതികളുണ്ടാകും. രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കുട്ടികളിൽ ഇതുവരെ കാണാത്ത പല വേണ്ടരുതായ്മകളും അവരുടെ സ്വഭാവത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് പെൺകുട്ടികളിലുമുണ്ട്, ആൺകുട്ടികളിലുമുണ്ട്. ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ഇന്ന് വരെ നമ്മുടെ സമുദായത്തിൽ കാണാത്ത ഒരവസ്ഥ. ഇന്ന് വരെ നമ്മുടെ സമുദായത്തിൽ പറഞ്ഞു കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ നടന്നതിന് ശേഷം മാതാപിതാക്കൾ മരണം വരെ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ നിസ്സാരമായ വിഷയങ്ങളിൽ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ സമുദായത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പത്രങ്ങളിൽ കാണുന്നു, മീഡിയകളിൽ കാണുന്നു, ചാനലുകളിൽ കാണുന്നു. നിരന്തരമായി ഈ അടുത്ത സമയത്ത് തന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ചക്ക് മുമ്പ് തന്നെ ഒരു 5, 6, 8ഓളം മരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. 20, 18, 19 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ സമുദായത്തിലുള്ള കുട്ടികൾ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത, ഇന്ന് വരെ നമ്മൾക്ക് പരിചയമില്ലാത്ത സ്ഥിതിക്ക് അവർ സ്വന്തം ജീവിതത്തിനെ ഒരു നിസ്സാര വിഷയത്തിന്റെ മുകളിൽ അവസാനിപ്പിക്കുന്ന ഒരു രംഗം വളരെയധികം ആലോചിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നു? ഈ വിഷയം എവിടെ നിന്നവർക്ക് കിട്ടി? ഒരു നിസ്സാരമായ വിഷയത്തിന്റെ മുകളിൽ ഉമ്മയോടും ബാപ്പയോടും കയർത്തുകൊണ്ട്, മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് കയർത്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ഇതെവിടെ നിന്നാണ് അവർക്ക് ഈ ഒരു ബോധം കിട്ടിയത്? എവിടെ നിന്നാണ് ഈ ഒരു തിന്മ അവർക്ക് കിട്ടിയത്? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹായ മക്കളാക്കി അള്ളാഹു വളർത്തി തീരുമാനമാകട്ടെ. എന്തുകൊണ്ടാണ്? ശരിയായ മതബോധം, അള്ളാഹുവിലുള്ള ഭയം അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ശരിയായ അള്ളാഹുവിന്റെ ബോധം കിട്ടിയ ഒരു പെണ്ണോ ഒരാണോ ചെയ്യുമോ? സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് അത് ഏറ്റവും നീചമായ, അള്ളാഹു വെറുക്കപ്പെടുന്ന പ്രവൃത്തിയാണല്ലോ. സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് കാഫിറായി ചത്തുപോകുന്ന അവസ്ഥയാണല്ലോ പ്രിയപ്പെട്ടവരെ. ആരാണ് നമ്മൾക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ അധികാരം തന്നത്? ജീവിതത്തെ തന്നവനാരാണ്? അള്ളാഹുവാണ്. ആ മരണത്തിലേക്ക് വിളിക്കുന്നവനും അള്ളാഹുവാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ വിഷയം വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് അത് തോൽവിയുടെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ജീവിതത്തിന്റെ പരാജയത്തിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നമ്മളുടെ വളർന്നു വരുന്ന തലമുറക്ക് അവർക്ക് ഒന്നുമില്ല. അവർക്ക് നിൽക്കാൻ ഒരു സെക്കൻഡ് നേരം സബൂർ ചെയ്തുകൊണ്ട് നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും ഇന്ന് മക്കൾക്ക് പേടിച്ച് ജീവിക്കുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾക്ക് അനുകൂലമാക്കണം, പ്രതികൂലമാക്കാൻ പാടുള്ളതല്ല. ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും അനുകൂലമാക്കുന്ന മക്കളാക്കി നമ്മൾ വളർത്തണം. അത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്, വെറും ഉസ്താദുമാരുടെ അല്ല. ഗുരുനാഥാക്കന്മാർ അവർ ആ സമയത്ത് 2 മണിക്കൂർ മാത്രമേ അവരുണ്ടാകൂ. അവർ കൊടുക്കേണ്ട അറിവുകൾ കൊടുക്കും. പക്ഷേ കൂടുതൽ ശതമാനവും കൂടുതൽ നമ്മളോട് രക്ഷിതാക്കളുമായി ഇടപെട്ടുകൊണ്ടാണ് മക്കൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ശരിക്ക് മക്കളെ മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹ് എന്നുള്ള ബോധം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ വലിയ ബേജാറാണ്, വിഷമമാണ്, നമ്മൾ വലിയ നഷ്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾക്ക് അനുകൂലമാക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കർശനമായ നടപടികൾ നമ്മൾ എടുക്കണം. കർശനമായ നടപടി. നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ മുൻകഴിഞ്ഞു പോയ രക്ഷിതാക്കൾ നമ്മളെ എങ്ങനെയാണ് വളർത്തിയത്, ആ കർശന നിലപാട് നമ്മൾ കൊണ്ടുവരണം. വീടുകളിൽ കൊണ്ടുവരണം. 5 വക്ത് നിസ്കാരം സമയാദ്യ സമയത്ത് നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. വീടുകളിൽ ദീന് നിറക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീന് നമ്മളുടെ വീടുകളിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ നല്ല നിലക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നല്ല സ്വാലിഹായ മതബോധമുള്ള മക്കളാക്കി അല്ലാഹു വളർത്തിത്തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞോളി. അല്ലാഹു വളർത്തിത്തരുമാറാകട്ടെ. നല്ല സ്വാലിഹായ മക്കളാക്കി അല്ലാഹു വളർത്തിത്തരുമാറാകട്ടെ. അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം, ഈ അല്ലാഹ് തന്ന ജീവിതം ഇത് എന്തിനാണ് എന്നുള്ളത് പഠിക്കണം. എന്തിനാണ് എന്നെയും നിങ്ങളെയും അല്ലാഹു ഈ ഭൂമി ലോകത്ത് പഠിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. മനുഷ്യനെയും ജിന്നി വിഭാഗത്തെയും അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടത് ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് വേണ്ടി ആരാധിക്കാനല്ലാതെ ഞാൻ അവരെ പടച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത് എന്നുള്ള ബോധം. ആരാധന എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, അപ്പൊ എന്താ ആരാധന എന്ന് പറഞ്ഞാൽ വെറും നിസ്കാരം മാത്രമോ? അപ്പൊ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, കാര്യങ്ങൾ കൃഷി നടത്തണ്ടേ? എല്ലാം നടത്തണം. ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 24 മണിക്കൂറും ഇബാദത്ത് തന്നെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയാണ് ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 24 മണിക്കൂറും ഇബാദത്ത് തന്നെ എന്ന് ഖാതിമുൻ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ ഞാൻ പറഞ്ഞത്, നമ്മൾ നിസ്സാരമായി കാണുന്ന വിഷയങ്ങൾ എല്ലാം ഇബാദത്ത് തന്നെ. പക്ഷെ എന്ത് വേണം? ബോധം വേണം, അല്ലാഹുവിലുള്ള ബോധം വേണം, നല്ല കരുത്ത് വേണം, വിശ്വാസം വേണം, നിയ്യത്ത് വേണം. അങ്ങനെയുള്ള ഒരു വിശ്വാസിനിയാണെങ്കിൽ 24 മണിക്കൂറും ആ മനുഷ്യൻ ഇബാദത്തിൽ തന്നെ. ഏതുവരെ? ഒരു നിസ്സാര വിഷയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒരു പുഞ്ചിരിക്കുക, ഒരു ചിരി കൊടുക്കുക, ഒരു പുഞ്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ധർമ്മമെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു പുഞ്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ
ഫലം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ബാക്കിയുള്ളത് ഇവന് പറയണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഒരു പുഞ്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ധർമ്മം, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ എല്ലാം ഇബാദത്തുകളാണ്, എല്ലാം ഇബാദത്തുകളാണ്. ഒരു മകളെയോ മകനെയോ ഒന്ന് എടുത്തു വെച്ച് ചുംബിക്കുന്നത് ഇബാദത്തിൽപ്പെട്ടതാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇബാദത്താണ്. ഒരു ഭാര്യക്ക് വീട് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അത് ഇബാദത്താണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇബാദത്താണ്. എല്ലാം ഇബാദത്ത് തന്നെ. സുബ്ഹാനല്ലാഹ്. അതെന്ത് വേണം, പക്ഷേ ആ ഇബാദത്തുകളിലൊക്കെ ഒരു ഉറച്ച ഒരു തീരുമാനം വേണം, നിയ്യത്ത് വേണം. അല്ലാഹ് സ്വീകരിക്കണം എന്നുള്ള നിയ്യത്ത്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ഫഇന്നമാ ലികുല്ലി ഇംറിൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. പരിശുദ്ധമായ നിയ്യത്ത്, ആ നിയ്യത്തിനനുസരിച്ച് കൊണ്ടാണ് അമലുകളുടെ പരിപൂർണത എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉറക്കവും ഇബാദത്തിൽ തന്നെ. ഏത് രീതിയിൽ ഉറങ്ങണം? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഉറക്കമായിരിക്കണം. എങ്ങനെയാണ്? ആ ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോൾ ചൊല്ലേണ്ട തസ്ബീഹുകൾ, ചൊല്ലേണ്ട ദിക്റുകൾ, ഓതേണ്ട പരിശുദ്ധമായ ഖുർആനുകൾ, അതൊക്കെ ഓതി അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉറക്കം. ആ ഉറക്കം നീ മണിക്കൂറുകൾ ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിന്റെ ഓരോ സെക്കൻഡും പ്രതിഫലം നിനക്ക് രേഖപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ഒരു ജീവിതം, ഈ ജീവിതത്തിനാണ് യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്. ഈമാനിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാനിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഈ 24 മണിക്കൂറും ഇബാദത്താക്കുന്ന ഒരു വിശ്വാസിനിക്ക് അല്ലാഹു നൽകപ്പെടുന്നതാണ് ഈമാനിന്റെ മാധുര്യം. ഞാനും നിങ്ങളും ഇന്ന് വരെ അത് രുചിച്ചിട്ടുണ്ടോ എന്നത് നമ്മളുടെ മനസ്സിൽ കൈവച്ചുകൊണ്ട് ഒന്ന് നമ്മൾ പരിശോധിക്കണം. ഒരാത്മപരിശോധന ഞാനും നിങ്ങളും നടത്തണം. ഒരാത്മപരിശോധന. ഈ ആത്മാവ് എന്നുള്ളത് എന്താണ് വിഷയം? റൂഹിന്റെ സംവിധാനം എന്താണ്? നമ്മൾ ഇന്ന് വരെ ആലോചിച്ചിട്ടുണ്ടോ? റൂഹിന്റെ സംവിധാനം എന്താണ്? ഈ റൂഹുള്ളത് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളും നടന്നു പോകുന്നത്. ആ റൂഹിനെ ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് ആധുനികമായ എല്ലാ സാങ്കേതിക വിദ്യകളുമില്ലേ, എല്ലാ സ്കാനിങ്ങുകളുമില്ലേ, ഇന്ന് വരെ റൂഹിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. റൂഹ് അത്ഭുതകരം തന്നെ. റൂഹ് എന്നുള്ളത്, ആത്മാവെന്നുള്ളത് അത്ഭുതകരം തന്നെ. ഇന്ന് വരെ ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? ഈ റൂഹിനെയാണ്, ഈ ആത്മാവിനെയാണ് ഞാനും നിങ്ങളും ശുദ്ധീകരിക്കേണ്ടത്. ഇന്ന് വരെ ഈ ആത്മാവിനോട് നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ടോ? അല്ലാഹു തന്ന ആത്മാവിനോട് ഞാനും നിങ്ങളും പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇല്ല. പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഒന്നിലും നമ്മൾക്ക് ഒരു ഇബാദത്തിലും ഒരു ഭയഭക്തിയോടുകൂടി നമ്മൾക്ക് ഒരു കാര്യവും ഇബാദത്ത് നിർവഹിക്കാൻ സാധിക്കാതെ വരുന്നത്. നമ്മളുടെ തലയിലേക്ക് അല്ലാഹ് എന്നുള്ളത് കയറാത്തത് അതുകൊണ്ടാണ്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, സദക്ക കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ നടപടി എവിടെയുണ്ട്? അള്ളാഹു പറഞ്ഞ നിയമങ്ങളും നിബന്ധനകളും വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ആരാണ് ജീവിക്കുന്നവർ? നമ്മളുടെ വീടുകളിൽ ഒരു ചെറിയ ഒരു കാര്യം വരുമ്പോൾ അവിടെ കൂടുതൽ അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ വീടുകളിൽ നിറഞ്ഞു വരുന്നു. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നല്ല പരിപാടിയായിരിക്കാം, സുന്നത്തായ പരിപാടിയായിരിക്കാം, പക്ഷേ ഏറ്റവും കൂടുതൽ അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അവിടെ കടന്നുകൂടുന്നു. പിന്നെ എവിടെയാണ് അവിടെ ബറക്കത്തുണ്ടാകുക? പിന്നെ വീടുകളിൽ എവിടെയാണ് ഐശ്വര്യം ഉണ്ടാകുക? പിന്നെ വീടുകളിൽ എവിടെയാണ് നിഅമത്തുണ്ടാകുക? കാരണം അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം വീടുകളിൽ വരുമ്പോൾ
ആ വീട്ടിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ നീക്കം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള ബറക്കത്തിന് അല്ലാഹു നീക്കം ചെയ്യപ്പെടുന്നു. ഇന്ന് കാണുന്നതും അതുതന്നെയാണ്. ഇന്ന് ശാരീരികമായി ഈ ഇരിക്കുന്ന ഞാനടക്കം, ഈ സദസ്സിലുള്ളവർ, അതുപോലെ തന്നെ സ്റ്റേജിലുള്ളവർ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടേതായ രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടാകും തീർച്ചയാണ്. കാരണം ശരീരത്തിൽ കൂടുതലും അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു ആ ബറക്കത്തിനെ നീക്കം ചെയ്തു. നേരെ മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. 100-101 വയസ്സുള്ള മനുഷ്യൻ, 100-101 വയസ്സുള്ള മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു, തൃപ്തിക്ക് വേണ്ടി മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സുന്നത്തായ വിത്റുകളും റവാത്തിബ് സുന്നത്തുകളും എല്ലാം നിന്ന് നിസ്കരിക്കുന്നു. ഒരൊറ്റ ക്ഷീണവും അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? 30 വയസ്സവർ കസേരയിലിരിക്കുന്നു, 25 വയസ്സുള്ളവർ കസേരയിലിരിക്കുന്നു, 101 വയസ്സുള്ള മനുഷ്യൻ നിന്ന് നിസ്കരിക്കുന്നു, സുജൂദിടുന്നു. ഒരു പ്രശ്നവും അദ്ദേഹത്തിന്റെ ശരീരത്തിനുണ്ടാകുന്നില്ല. എന്താണ് കാരണം? അല്ലാഹു നിഷിദ്ധമാക്കപ്പെട്ടത് എൻ്റെ ശരീരത്തിൽ വരാൻ പാടില്ല എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ശരീരത്തിനെ വിനിയോഗിച്ചവർക്ക് അള്ളാഹു നൽകപ്പെടുന്ന ആരോഗ്യമാണ് അതിൻ്റെ രഹസ്യം. നമ്മളിൽ നിന്ന് വീടുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ പറയും. വീടുകളിൽ പ്രയാസങ്ങളാണ്, ദാരിദ്ര്യമാണ്, പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്, മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ പ്രതിവിധി എന്ന് പറയുന്നത് നട്ടം തിരിയലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യമില്ല. സ്വന്തം ശരീരത്തിനെ ഒന്ന് പരിശോധന ചെയ്യണം, നഫ്സിനെ പരിശോധിക്കണം, ആത്മാവിനെ പരിശോധിക്കണം. ആ പരിശോധിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ നിമിഷം വരെ, കിടന്നുറങ്ങാൻ പോകുന്ന നിമിഷം വരെ അള്ളാഹുവിന് നിഷിദ്ധമാക്കപ്പെട്ട ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അവയവങ്ങളെ കൊണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു പരിശോധന നടത്തണം. ഇങ്ങനെയുള്ള ജീവിതം, ആ ജീവിതത്തിന് മാത്രമേ അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അല്ലാത്തവർക്ക് അള്ളാഹുവിനുള്ള ബോധം കിട്ടുകയില്ല. അവർ ഇങ്ങനെ നടക്കും. ഏതുപോലെ ഉലൈക കൽ അന്നാം ബൽ ഉമ്മൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത്. ഉലൈക കൽ അന്നാം, അവർ മൃഗങ്ങളെ പോലെയാണ്. ബൽ ഉമ്മൽ, അതിനേക്കാൾ അധപ്പതിച്ചവരാണെന്ന് പരിശുദ്ധ ഖുർആൻ ആരെക്കുറിച്ചാണ്? മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞത്. ഉലൈക കൽ അന്നാം, മൃഗങ്ങളെ പോലെയാണ്. ബല്ലും മുതൽ, അതിനേക്കാൾ അധപ്പതിച്ചവരാണ്. ഞാൻ നിങ്ങളും ചിന്തിക്കണം, അല്ലാഹു പറഞ്ഞ ആ മൃഗത്തിനേക്കാൾ അധപ്പതിച്ചവരാണോ? എങ്കിൽ തിരുത്തണം പ്രിയപ്പെട്ടവരെ. ഈ സദസ്സിൽ വെച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കണം. വെറുതെ വേദം കേട്ട് പോയിക്കൂടാ. ഒരുപാട് വേദങ്ങളായി നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ട് ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഹൃദയത്തിലൊരു ഹുശൂ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഒരു നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകുന്നില്ല? നിസ്കാരം ഒരു ചടങ്ങ് പോലെ, ഒന്ന് സുബഹി നിസ്കരിക്കുക, ളുഹർ നിസ്കരിക്കുക, അസ്ർ നിസ്കരിക്കുക, അതൊക്കെ ഒരു ചടങ്ങായി കാണുന്ന ഒരു രീതിയിലാണ് ഇന്ന് സമുദായം അതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവർ എവിടെയുണ്ട്? എന്താണ് നമ്മുടെ നിസ്കാരം? നിസ്കരിക്കുന്നവർക്ക് ഒരു നരകമുണ്ട്. വൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട്. ആ നരകത്തിന് വൈലെന്ന് പേരിട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആലോചിക്കേണ്ട വിഷയം. ആ നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകം സജ്ജമാക്കിയിരിക്കുന്നു. നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട്. ആ നരകത്തിന്റെ പേരാണ് വൈലെന്ന നരകം. എന്താണ് ആ നിസ്കാരം? എന്റെയും നിങ്ങളുടെയും നിസ്കാരത്തെ കുറിച്ചാണ്. നമ്മുടെ നിസ്കാരം
40 കൊല്ലമായി നിസ്കരിക്കുന്നു. ഇന്ന് വരെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് നിസ്കരിച്ചവർ ഇവിടെ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ, ഇങ്ങനെയുള്ള നോമ്പുകൾ, ഇങ്ങനെയുള്ള ഹജ്ജുകൾ, ഇങ്ങനെയുള്ള ഉംറകൾ, ഇങ്ങനെയുള്ള സദഖകൾ, ഇങ്ങനെയുള്ള സക്കാത്തുകൾ ഇതാർക്ക് വേണം? ഇത് മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ജഗന്നിയന്താവായ അള്ളാഹുവിന് വേണോ? പ്രിയപ്പെട്ടവരെ, ഇത് വേണോ? ഈ അമല് കൊണ്ട് നമ്മൾ എന്ത് നേടാനാണ്? അതുകൊണ്ട് തന്നെ ഹൃദയശുദ്ധി എന്നുള്ളത് അത് വലിയ വിഷയമാണ്. നമ്മളുടെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കണം. എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ ആ കുറവുകൾ ഈ സമയം നികത്തണം, ആ കുറവുകൾ മാറ്റിവെക്കണം. അള്ളാഹു നിഷിദ്ധമാക്കിയത് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട് എങ്കിൽ, അവയവങ്ങളിൽ വരുന്നുണ്ട്, ആ അവയവത്തെക്കുറിച്ച് ആലോചിക്കണം. കണ്ണുകൊണ്ട് നിരന്തരമായി അള്ളാഹ് നിഷിദ്ധമാക്കിയത് കാണുന്നവരാണോ ഞാനും നിങ്ങളും? എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരടക്കം, സഹോദരിമാരടക്കം, യുവാക്കളടക്കം, യുവതികളടക്കം ആലോചിക്കേണ്ട വിഷയമാണ്. ഈ കണ്ണുകൊണ്ട് എന്തിനാണ് അള്ളാഹ് കണ്ണ് തന്നത്? എന്താണ് കണ്ണിന്റെ അനുഗ്രഹം? കണ്ണിന്റെ അനുഗ്രഹം ആരാണ്? ഈ കണ്ണ് തന്നവൻ, ഇത് സംവിധാനിച്ചവൻ ആരാണ്? ഒരു സെക്കൻഡ് നേരം കൊണ്ട് കണ്ണിന്റെ കാഴ്ചയെ, നരമ്പിനെ അള്ളാഹു വലിച്ചൂരി കഴിഞ്ഞാൽ ഈ ലോകം ഇരുട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഇരുട്ടാണ്. കണ്ണില്ലാത്തവനോട് ചോദിക്കണം, കണ്ണിന്റെ വില എന്താണ്? ഇതെന്തിനാണ് അള്ളാഹ് തന്നത്? വെറുതെ തമാശ കാണാനാണോ? അനാവശ്യം കാണാനാണോ? അല്ല. ഈ കണ്ണുകൊണ്ട് തുറന്നു കാണണം അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ. അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ വേണ്ടി തന്നതാണ് ഈ കണ്ണ്. ഈ പ്രപഞ്ചങ്ങളെ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടി തന്നതാണ് ഈ കണ്ണ്. പക്ഷേ ഈ കണ്ണിനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ഈ കണ്ണുകൊണ്ട് ചെയ്യപ്പെടുന്നത് മുഴുവനും ഹറാമിയത്തുകളാണ്, അല്ലാഹ് നിഷിദ്ധമാക്കപ്പെട്ടതാണ്. നമ്മൾ പറയും വീടുകളിൽ, എൻ്റെ വീട്ടിൽ ഒരു ഹറാമിയത്തുമില്ല, എൻ്റെ വീട്ടിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് മൗലൂദുകൾ നടക്കുന്നുണ്ട്, നേർച്ചകൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ ഇന്ന് ഏകദേശം നടമാടിക്കൊണ്ടിരിക്കുന്ന രംഗം ഹറാമിയത്തുകളാണ്. അങ്ങനെയുള്ള വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലായികകൾ ഇറങ്ങുമോ ഇറങ്ങില്ലയോ? ഞാൻ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയുള്ള വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലായികകൾ ഇറങ്ങുമോ? ഇല്ല. അവിടെ ഇറങ്ങുന്നത് ശിക്ഷയുടെ മലായികകളാണ്. എപ്പോഴും വീടുകളിൽ പ്രതിസന്ധി ഉണ്ടാകും, പ്രയാസമുണ്ടാകും, ഞെരുക്കമുണ്ടാകും, രോഗങ്ങളുണ്ടാകും. കാരണം അള്ളാഹുവിന്റെ ബോധമില്ലാതെ ഹറാമിയത്ത് കൊണ്ട് മുങ്ങിക്കുളിക്കുന്ന ഒരു രംഗം. നമ്മുടെ മക്കൾ ശുദ്ധരാണെന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മളുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, മൊബൈൽ എന്ന സാധനം. മൊബൈൽ എന്ന ഒരു ഇലക്ട്രോണിക് സാധനം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന കളി ചില്ലറ കളിയൊന്നുമല്ല. അതിനെ ഏറ്റവും കൂടുതൽ നമ്മുടെ യുവാക്കളും യുവതികളും മിസ്യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നു. ദുരുപയോഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹു തന്ന കണ്ണ്. ഞാൻ മിനിഞ്ഞാന്നൊരു സ്ഥലത്ത്, നിങ്ങൾ ആലോചിക്കണം. ഈ കണ്ണ് നിങ്ങൾ വിചാരിച്ചു പോകണ്ട. ഈ കണ്ണിനെ സെക്കൻഡ് കൊണ്ട് അള്ളാഹു ഊരിക്കളയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാഴ്ച ഊരിക്കളയാൻ പടച്ചിറപ്പിന് പണിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് പണിയുണ്ടോ? മിനിഞ്ഞാന്നൊരു സഹോദരൻ ഒരു പരിപാടിയിൽ, നല്ല കണ്ണിന്റെ കാഴ്ചയുള്ള മനുഷ്യൻ, ഒരു കന്നഡ പോലും വെച്ചിട്ടില്ല, പെട്ടെന്നുണ്ട് കണ്ണിന്റെ കാഴ്ച രണ്ടും നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹം കരയുന്നുണ്ട്. കണ്ണ് രണ്ടും ഇപ്പോൾ മുഴുവനും ഇരുട്ടായി കാണുന്നു. രണ്ട് കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ വെറുതെ തന്നതൊന്നുമല്ല. ഈ കൈകാലുകൾ, കണ്ണുകൾ, മൂക്കുകൾ, ചെവി, നാവ്, ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഈ
അവയവങ്ങളെ കൊണ്ട് മുഴുവനും അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നാവിന്റെ ശക്തി ആര് തന്നു? ഞാനിപ്പോൾ സംസാരിക്കുന്നു. ഈ സംസാരശേഷി ആര് തന്നു? അള്ളാഹു തന്നു. ഇതിനെ സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിന് എടുക്കാനും മതി. പിന്നെ നാവ് മറിയില്ല. ഇതേ നാവ് കൊണ്ട് നമുക്ക് തരുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ രുചി ഈ നാവിൽ വെച്ചിട്ടുണ്ട്. എത്ര രുചികളാണ് ഈ നാവിൽ അല്ലാഹു അടക്കി വെച്ചിട്ടുള്ളത്. ഈ നാവിനെങ്ങാനും രുചിയെ വലിച്ചൂരി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം നമ്മൾക്ക് വേണോ പ്രിയപ്പെട്ടവരെ? എന്ത് വെച്ചാലും നാവിന് രുചിയില്ല എങ്കിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ തന്നെ അള്ളാഹുവിനെ ചിന്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ അടയാളങ്ങളും നമ്മുടെ സ്വന്തം ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ലേ? ആലോചിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അള്ളാഹുവിന്റെ ചോദ്യമാണ്. സ്വന്തം ശരീരത്തിലേക്ക് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? പരിശുദ്ധ ഖുർആൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നരമ്പുകൾ, ഒരു മനുഷ്യന്റെ നരമ്പ് എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ? എത്രയുണ്ട്? നമ്മൾ ഇന്ന് വരെ കണക്കൂട്ടിയിട്ടുണ്ടോ? നമ്മുടെ നരമ്പുകൾ, ഈ ശരീരത്തിൽ അല്ലാഹു ഘടിപ്പിച്ച നരമ്പുകൾ, ആ നരമ്പുകളുടെ നീളമെങ്ങാനും ഞാനും നിങ്ങളും അറിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ, അത്ഭുതപ്പെട്ടു പോകും. വൈദ്യശാസ്ത്രം എന്ന് പറയുന്നുണ്ട് 20,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ദൂരം നമ്മുടെ നരമ്പുകൾക്കുണ്ട്. ആ നരമ്പിനെയാണ് അള്ളാഹു ഈ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള അള്ളാഹുവിനെ ഞാനും നിങ്ങളും തിരിച്ചറിയാതെ ഒരു നാൽക്കാലി മൃഗത്തിനെ പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി വീട് കൂടുന്നു എന്നുള്ള നിലക്കാണ് ഞാനും നിങ്ങളും നടക്കുന്നത് എങ്കിൽ ആ ജീവിതത്തിന് അർത്ഥമുണ്ടോ? പിന്നെ സ്വർഗം മോഹിച്ചിട്ട് കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ വിഡ്ഢികളുടെ ലോകത്തല്ലേ? സ്വർഗം മോഹിച്ചിട്ട് കാര്യമുണ്ടോ? അള്ളാഹുവിനെ തിരിച്ചറിയാതെ, അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കാതെ, ആ ശരീഅത്തനുസരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാതെ നിയമങ്ങളും നിബന്ധനകളും വിധികളും വിലക്കുകളും വലിച്ചെറിഞ്ഞുകൊണ്ട് താന്തോന്നിവാസം പോലെ ജീവിക്കാം, എന്നിട്ട് സ്വർഗം നേടാമെന്ന് വിചാരിച്ചാൽ ഞാനും നിങ്ങളും വിഡ്ഢികളുടെ ലോകത്തല്ലേ പ്രിയപ്പെട്ടവരെ? എങ്ങനെ സ്വർഗം കിടക്കാനാണ്? എങ്ങനെ സ്വർഗത്തിലേക്ക് ഞാനും നിങ്ങളും കിടക്കും? അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ദീന്, ആ ദീനിനെ മുറുകെ പിടിക്കണം. ആ ദീന് നമ്മളുടെ വീടുകളിൽ ഉണ്ടാകണം, എന്നിലുണ്ടാകണം, നിങ്ങളിലുണ്ടാകണം, നമ്മളുടെ മക്കളിലുണ്ടാകണം. മക്കളിൽ ഒരു അറാമിയത്ത് കണ്ടാൽ അത് കണ്ണടച്ചുകൊണ്ട് അതിനനുവദിച്ചു കൊടുത്തുകൂടാ രക്ഷിതാക്കളെ. ആ ഹറാമിയത്ത് കണ്ടാൽ അതിന് ആ സെക്കൻഡ് കൊണ്ട് ഹറാമിയത്തിനെ മക്കളിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇങ്ങനെ ദീന് സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അള്ളാഹുവിന്റെ ദീൻ. ഒരു കല്യാണം, സുന്നത്തായ ഒരു കല്യാണം കഴിക്കുമ്പോൾ ആ സുന്നത്തിന് യോജിക്കാത്ത ഒരുപാട് അള്ളാഹ് നിഷിദ്ധമാക്കിയ ഹറാമിയത്തുകൾ ആ വീടിൽ കടന്നുകൂടുന്നുണ്ട് എങ്കിൽ ആ സുന്നത്താക്കപ്പെട്ട നിക്കാഹിലുള്ള ബറക്കത്തിന് അള്ളാഹു നീക്കം ചെയ്യപ്പെടുന്നു. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കല്യാണങ്ങളിൽ, കഴിഞ്ഞ കല്യാണങ്ങൾ മുഴുവനും ദാമ്പത്തിക ജീവിതം, വലിയ വലിയ കല്യാണങ്ങൾ കഴിക്കുന്നു, 3 ദിവസവും 4 ദിവസവും കല്യാണങ്ങളൊക്കെ കഴിക്കുന്നു. പക്ഷേ ദാമ്പത്തിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിച്ചു പോകുന്ന അവസ്ഥ. ഇതെവിടെ നിന്ന് വന്നു? എങ്ങനെയുണ്ടായി? എന്താണ് ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാത്തത്? സുബ്ഹാനല്ലാഹ്. ആലോചിക്കണം. അള്ളാഹു നിഷിദ്ധമാക്കിയത് ഹറാമിയത്തുകൾ കടന്നുകൂടുന്നു. ആ കൂടുന്നത് കൊണ്ട് അല്ലാഹ് ബറക്കത്ത് നീക്കം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് അവരുടെ നവദമ്പതികളുടെ ജീവിതം, ദാമ്പത്തിക ജീവിതം അള്ളാഹു വലിച്ചൂരപ്പെടുന്നു. ഒരു ചെറിയ വിഷയത്തിന്റെ മുകളിൽ തലാഖായി അള്ളാഹ് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന, ഈ ഭൂമി ലോകത്ത് വെറുക്കപ്പെടുന്ന തലാഖിലേക്ക് വൈമാറിപ്പോകുന്നു. അതിന് നിസ്സാരമായി കാണുന്നു ആണും പെണ്ണും. ഈ നിലക്ക് അള്ളാഹുവിനെ ഓർക്കാതെയുള്ള ഒരു ജീവിതം,
ആ ജീവിതത്തിന് പൂർണ്ണതയില്ല, ആ ജീവിതത്തിന് പരാജയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് ഇനിയും നിങ്ങളെയും പടച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല. ആ ആരാധനകൾ മുഴുവനും പൂർണ്ണമായിരിക്കണം, ഈമാനിന്റെ മാധുര്യത്തോടു കൂടിയായിരിക്കണം നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും ഖുർആൻ ഓത്തുകളും സക്കാത്തുകളും ഹജ്ജുകളും ഉംറകളും എല്ലാ സംവിധാനങ്ങളും. എന്നാൽ മാത്രമേ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോ, പ്രയാസം വരുമ്പോ, സങ്കടം വരുമ്പോ നമ്മൾ തകർന്നു പോകും. യഥാർത്ഥത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും, ഏത് വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും, ഏത് വലിയ മാരകമായ രോഗങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഈ ഭൂമി ലോകത്തുള്ളൊരു വിഭാഗം അത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ, ബോധമുള്ള, അള്ളാഹുവിനെ അനുസരിച്ച തഖ്വയുള്ള മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് മാത്രമേ ഈ ലോകത്ത് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ട് ഈ ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അല്ലാത്തവർ മുഴുവനും തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ആ ഈമാനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതം. ആ ഈമാന് ഉള്ളവർക്ക് മാത്രമേ ഈ ഭൂമി ലോകത്ത് ഏത് പരീക്ഷണങ്ങളെയും ഏത് പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് ഈമാനിനെ വളർത്തിയെടുക്കണം. ഹറാമിയത്തുള്ള ഒരൊറ്റ ഒരു കാര്യം വന്നുപോയിക്കൂടാ. ഒരു തീരുമാനം എടുക്കണം. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരടക്കം, ആണുങ്ങളടക്കം, പെണ്ണുങ്ങളടക്കം, ഈ പറയുന്ന ഞാനടക്കം, ഇനിയുള്ള ജീവിതത്തിൽ അല്ലാഹ് നീ തന്ന അവയവങ്ങളെ കൊണ്ട് നിന്റെ ദീനിൽ നിഷിദ്ധമാക്കിയ ഒരൊറ്റ ഒരു ഹറാമിയത്തും ഈ അവയവങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കാണാൻ പറ്റും. അങ്ങനെയുള്ള ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ മുന്നോട്ട് പോക്ക് എങ്കിൽ സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഒരു ഭയഭക്തി എന്നുള്ള ഖുശൂ എന്നുള്ളത് നമ്മൾക്ക് കിട്ടും. പിന്നെ നിസ്കാരത്തിന്റെ മാധുര്യം കൂടും. ഇത്രയും കാലം നിസ്കരിച്ച നിസ്കാരമല്ല, 40 കൊല്ലം നിസ്കരിച്ച നിസ്കാരമായിരിക്കില്ല. നീ തഖ്വ കിട്ടിക്കൊണ്ട് ഭയഭക്തിയോടുകൂടി ഈമാനിന്റെ മാധുര്യത്തോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന് വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം അത് എല്ലാം കറകളഞ്ഞുകൊണ്ടുള്ള നിസ്കാരമാണ്. അതിൽ അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ടുള്ള നിസ്കാരം. ആ നിസ്കാരത്തിലേക്ക്, അങ്ങനെ ശുദ്ധമായ ഹൃദയത്തിലേക്ക് ഒന്നും കടന്നു വരികയില്ല, അല്ലാഹ് മാത്രം, വേറെ ഒന്നുമില്ല. അങ്ങനെ നിസ്കരിച്ച എത്രയോ മഹാത്മാക്കൾ, നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാത്മാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ജീവിതത്തിലും നമ്മുടെ വർത്തമാനകാല ജീവിതത്തിലും അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവരെ കൊണ്ടാണ് ഈ ഭൂമിയെ അല്ലാഹു നമ്മൾക്ക് സൗകര്യപ്പെടുത്തി തരുന്നത്. ഇല്ല എങ്കിൽ, അങ്ങനെയുള്ള നിസ്കാരങ്ങൾ ഇവിടെ ഇല്ല എങ്കിൽ ഈ ഭൂമി ലോകത്തെ അല്ലാഹു നശിപ്പിച്ചു കളയും. അത് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾക്കറിയുകയില്ല. അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള നിസ്കാരങ്ങൾ, ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ശരിക്ക് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാഹുവിനെ തഖ്വയിൽ അധിഷ്ഠിതമായി നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാഹ് ഉണ്ട്, ജീവിതമുണ്ട്, മരണമുണ്ട്. മരണം എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ഓർമ്മ. ജീവിതം മുന്നിലും മരണം പിന്നിലും. എന്തിനാണ് ജീവിതം മുന്നിൽ തന്നത്? മരണം പിന്നിലുണ്ട് എന്നുള്ള ഓർമ്മ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ജീവിതം മുന്നിൽ അല്ലാഹു നൽകപ്പെട്ടത്. ഏത് സമയത്തും പിടികൂടാം. നിങ്ങൾ വിചാരിച്ചു പോകണ്ട ഒരു രോഗം വരണം മരണത്തിന് രോഗം കാരണമല്ല. മരണം ഏത് സമയത്തും എങ്ങനെയും വരാം. പ്രസവിച്ച കുട്ടിയെ മരണം കൊണ്ടുപോകും, പ്രസവിക്കപ്പെട്ട കുട്ടിയെ മരണം കൊണ്ടുപോകും, യുവാക്കളെ കൊണ്ടുപോകും, യുവതികളെ കൊണ്ടുപോകും, വയസ്സന്മാരെ കൊണ്ടുപോകും, എല്ലാവരെയും കൊണ്ടുപോകും. അതിന് രോഗം കാരണമല്ല. നിന്നെ പിടിക്കാൻ സമയമായോ നിന്നെ പിടിക്കപ്പെടും. അത് ഏത് സമയമാണെന്നറിയില്ല. സൂറത്തുൽ ലുഖ്മാനിൽ 34-ാമത്തെ ആയത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറ്റണം, ഖൽബിന്റെ ഉള്ളിലേക്ക് കയറ്റണം.
ഈ ഇരിക്കുന്ന ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സംസാരം ഇത് ഞാൻ പൂർത്തീകരിക്കുമെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. അടുത്ത നിമിഷം എന്താണ് ചെയ്യുക എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ അറിയുകയില്ല. ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് എങ്ങനെയാണ് നിന്റെ മരണം നിന്റെ റൂഹിനെ പിടികൂടുക എന്നുള്ള ബോധവും നിനക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ മരണത്തെ ഓർത്ത് ജീവിതത്തെ നല്ല പാകപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം. ആ ജീവിതത്തിൽ കറകളഞ്ഞ ജീവിതമായിരിക്കണം. ജനങ്ങൾ കാണാൻ വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പ്രശസ്തിക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, പേരിന് വേണ്ടി സദക്ക കൊടുത്തിട്ട് കാര്യമില്ല, അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കണം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിലേക്കോ വർണ്ണത്തിലേക്കോ നിന്റെ ഡ്രസ്സിലേക്കോ ഒന്നുമല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നോക്കുന്നത് ഹൃദയത്തിന്റെ അകത്തളത്തിലേക്കാണ്. ഈ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ഞാനും നിങ്ങളും ശുദ്ധീകരിക്കപ്പെടേണ്ടത്. അതിനു വേണ്ടി കഷ്ടപ്പെടണം, അതിനു വേണ്ടി പരിശ്രമിക്കണം, അതിനു വേണ്ടി പ്രയാസപ്പെടണം. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കച്ചറകൾ ഉണ്ടായിക്കൂടാ, ഒരു കറുപ്പുകൾ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കണം. നിരന്തരമായി രാത്രി ഉറങ്ങുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തണം. ഇന്നെൻ്റെ ജീവിതത്തിൽ അള്ളാഹ് നിഷിദ്ധമാക്കപ്പെട്ടത് ചെയ്തു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തൗബ നല്ലവണ്ണം കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിനോട് പാപത്തെ പൊറുത്തുകൊണ്ട് നല്ല കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപത്തെ പൊറുക്കാൻ വേണ്ടി പറയണം. രണ്ട് കൈയും ഉയർത്ത് കൽബ് പൊട്ടിക്കൊണ്ടുള്ള കരച്ചൽ. ആ കരച്ചലിന് വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹ് പുറത്തു തരും. നിങ്ങൾ വിചാരിച്ചു പോകണ്ട. അള്ളാഹു മല പോലെ നിങ്ങൾ കൂട്ടിയ തെറ്റുകൾ, ഞാനും നിങ്ങളും കൂട്ടിയ തെറ്റുകൾ, ആ തെറ്റുകൾ അള്ളാഹ് പുറത്തു തരും. മാത്രം ഹൃദയത്തിൽ എന്ത് വേണം? ആ തൗബക്ക് അത്ര പവർഫുള്ളായിരിക്കണം. നല്ല കൽബ് കുലുങ്ങുന്ന രീതിയിലുള്ള കരച്ചിലായിരിക്കണം. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ആ തെറ്റിലേക്ക് പോയിക്കൂടാ. അള്ളാഹു പുറത്തു തരും, അള്ളാഹു പുറത്തു തരും. അള്ളാഹു തീർച്ചയായും പൊറുക്കുന്നവനാണ്, അള്ളാഹു പൊറുക്കുന്നവനാണ്. ഇസ്തിഗ്ഫാർ ചെയ്യണം, നല്ലവണ്ണം ഇസ്തിഗ്ഫാർ. സുമ്മ തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹ് തൗബയെ സ്വീകരിക്കുന്നതാണ്. മനസ്സറിഞ്ഞുകൊണ്ടുള്ള തൗബയായിരിക്കണം. തൗബയ്ക്ക് 4 ഷർത്തുണ്ട്. 3 ഷർത്ത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ, 4-ാമത്തെ ഷർത്ത്, 4-ാമത്തെ പോയിന്റ് സൃഷ്ടികൾ തമ്മിലുള്ള കാര്യം. ഇത് ക്ലിയർ വേണം. സൃഷ്ടികൾ തമ്മിൽ ഞാനും നിങ്ങളും എന്തെങ്കിലും ഇടപാടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് തീർത്ത് പൊരുത്തപ്പെടണം. അത് അല്ലാഹ് ഏറ്റെടുക്കില്ല, അത് നമ്മൾ തമ്മിൽ പൊരുത്തപ്പെടണം. ഇങ്ങനെ 4 ഷർത്തുകൾ തൗബയ്ക്കുണ്ട്. ഈ ഷർത്ത് ഒപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യണം. റജബ് മാസമാണ്, അള്ളാഹുവിൻ്റെ മാസം വരാൻ പോകുന്നത്. ഷഹബാൻ മാസം, ഹബീബായ നിബിതങ്ങളുടെ മാസം. അടുത്തത് റമദാൻ, ഈ ഉമ്മത്തിൻ്റെ മാസമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടും വളരെ ധന്യമായ മാസമാണ്. തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങാൻ ഏറ്റവും നല്ല ഒരവസരം കിട്ടിയ സമയമാണ്. അള്ളാഹു ഞങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നല്ല വഴിക്ക് നടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മകൾ വാരിക്കൂട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അള്ളാഹ് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മദ്രസയിലേക്ക് ഒരുപാട് സംഭാവനകളും കാര്യങ്ങളൊക്കെ നൽകിയ